ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വിവരസാങ്കേതിക രംഗത്ത് കോഴിക്കോടിനെ ഉന്നതിയിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന സർക്കാർ സൈബർ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ചില അസ്വാരസ്യങ്ങളുടെ പേരിൽ മുടങ്ങിയിരിക്കുകയാണ്. സർക്കാർ ഇടപെട്ട് ശരിപ്പെടുത്തേണ്ട പ്രശ്നങ്ങളാണ് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നത്. ഇതേക്കുറിച്ചുള്ള വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സമൂഹ നന്മയെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിരമിച്ച അധ്യാപകർ നേതൃത്വം നൽകണമെന്ന് MK രാഘവൻ MP. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ നടപടികൾ സർവകലാശാലയ്ക്ക് തീരാക്കളങ്കമെന്ന് പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. സിൻഡിക്കേറ്റ് യോഗ ദിവസം സർവകലാശാലയിൽ AKPCTA ഉപവാസ സമരം. സർക്കാർ സൈബർ പാർക്ക് തൊഴിൽ നിഷേധത്തിനെതിരെ കയറ്റിറക്ക് തൊഴിലാളികളുടെ കുത്തിയിരിപ്പ് സമരം. സമരം ഇനിയും ശക്തമാക്കുമെന്ന് സൂചനകൾ. വാർത്തകൾ വിശദമായി. സമൂഹ നന്മയെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിരമിച്ച അധ്യാപകർ നേതൃത്വം നൽകണമെന്ന് MK രാഘവൻ MP. അധ്യാപകരുടെ സേവനം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ഇവരുടെ പെൻഷൻ പ്രായം 60 വയസ്സാക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് ദ്വിദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുള്ള ദേശീയ ചിന്താഗതിക്കാരായ റിട്ടയർ ചെയ്ത അധ്യാപകരുടെ കൂട്ടായ്മയായ കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസത്തെ സംസ്ഥാനതല ക്യാമ്പിന് തുടക്കമായി. കോഴിക്കോട് ശിക്ഷണത്തിൽ നടക്കുന്ന ക്യാമ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി, സാമൂഹിക പരിഷ്കരണ രംഗത്ത് റിട്ടയർ ചെയ്ത അധ്യാപകരുടെ പങ്ക് എന്നീ വിഷയങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. MK രാഘവൻ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ശ്രേഷ്ഠമായ ദൌത്യം അധ്യാപക വൃത്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപകരുടെ സേവനം പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ അവരുടെ പെൻഷൻ പ്രായം 60 വയസ്സാക്കണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും MK രാഘവൻ കൂട്ടിച്ചേർത്തു. നിങ്ങൾക്ക് പലരും തോന്നുമായിരിക്കാം കഴിയുമോ എന്ന്. ഞാനൊരു കാര്യം പറയാം. 55 വയസ്സ് തോന്നുന്ന വയസ്സല്ലാത്തൊരു കാലഘട്ടമാണ് നിങ്ങൾ അറിഞ്ഞു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം 60 വയസ്സ് വരെ കേരളത്തിൽ പെൻഷൻ പ്രായം 60 സംസ്ഥാന സർക്കാർ തീരുമാനിക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. സമൂഹം ജീവിതകാലം മുഴുവൻ ആദരവോടെ കാണുന്നവരാണ് അധ്യാപകർ. സമൂഹ നന്മയെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിരമിച്ച അധ്യാപകർ നേതൃത്വം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KRTC സംസ്ഥാന പ്രസിഡന്റ് അമ്പലത്തറ രാമചന്ദ്രൻ നായർ അധ്യക്ഷം വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ P മൊയ്തീൻ മാസ്റ്റർ, അനിൽ ബാബു, അഡ്വക്കേറ്റ് M രാജൻ, പോൾ പുറത്തൂർ, MB കുഞ്ഞാമു, അബ്ദുസമദ്, OM രാജൻ, ബാലൻ കിഴക്കേത്തൊടി, അബൂബക്കർ NK, കല്ലട NP പിള്ള എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ KV മനോജ്, സാമൂഹിക പരിഷ്കരണ രംഗത്ത് റിട്ടയർഡ് അധ്യാപകരുടെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ MGS നാരായണൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. മുൻമന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ വടകരയിൽ 3ാമത് കുഴൽപ്പണവേട്ട. 10 ലക്ഷം രൂപയുമായി നടക്കുതാഴ അരക്കുളങ്ങര മൊയ്തുവിനെ ACPയുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് പിടികൂടി. കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം 92 ലക്ഷം രൂപ പിടികൂടിയിട്ടുണ്ട്. വടകര ഭാഗങ്ങളിൽ വീണ്ടും കുഴൽപ്പണവേട്ട. 10 ലക്ഷം രൂപയുമായി 65കാരൻ പിടിയിലായി. നടക്കുതാഴ അരക്കുളങ്ങര വെളിയങ്ങോട്ട് താഴേക്കുനി മൊയ്തുവിനെയാണ് വടകര ASP യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുവള്ളിയിലെ ജ്വല്ലറി ഉടമയിൽ നിന്നാണ് മേമുണ്ട പുത്തലത്തുകണ്ടി ജാഫറിന് വേണ്ടി പണം കൊണ്ടുവന്നതെന്ന് മൊയ്തു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പണവും പ്രതിയെയും എൻഫോഴ്സ്മെന്റിന് കൈമാറിയിട്ടുണ്ട്. 6 മാസത്തിനിടെ 92 ലക്ഷം രൂപയുടെ കുഴൽപ്പണമാണ് വടകരയിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത്. വടകരയിൽ ബസ്സിറങ്ങിയ മൊയ്തു ടൗണിൽ നിന്ന് വാങ്ങിയ പച്ചക്കറി സഞ്ചിയിലാണ് പണമുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ നിന്ന് എത്തിയ മയ്യൂന്നൂർ സ്വദേശിയിൽ നിന്ന് 10 ലക്ഷവും കോഴിക്കോട് നിന്നെത്തിയ കടമേരി സ്വദേശിയിൽ നിന്ന് 20 ലക്ഷവും ഷാഡോ പോലീസ് പിടിച്ചെടുത്തിരുന്നു.
കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ എം അബ്ദുൾ സലാം ചുമതലയേറ്റതു മുതൽ സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. വിസിയുടെ ധിക്കാരപരമായ നടപടിക്കെതിരെ AKPCTA ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. അവിടുത്തെ അക്കാഡമിക് ബോഡികളുടെ അധികാരം കയ്യാളിക്കൊണ്ട് അക്കാഡമിക് ബോഡികളൊക്കെ മറികടന്നുകൊണ്ട് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുകയും സർവകലാശാലയുടെ ഭൂമിയടക്കം ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ കോടതി ഇടപെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിജിലൻസ് കോടതി കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലറെ പറ്റി നടത്തിയ പരാമർശങ്ങളെ അങ്ങേയറ്റം സർവകലാശാലയ്ക്ക് തീരാക്കളങ്കം ഉണ്ടാക്കുന്നതും സർവകലാശാല യശസ്സിന് മങ്ങലേൽപ്പിച്ചതുമാണ്. കോളേജുകളിലെ അധ്യയന സമയം സ്വകാര്യ താൽപര്യങ്ങൾക്കായി അട്ടിമറിച്ചുകൊണ്ടും ഹൃദയകുമാരി കമ്മീഷൻ ശുപാർശകളുടെ മറവിൽ CBCSS സമ്പ്രദായത്തെ തകർത്തും ഫാൾസ് നമ്പറിംഗ് രീതി ഉപേക്ഷിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷകളുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയും തികച്ചും അക്കാദമിക് വിരുദ്ധ നടപടികളാണ് സർവകലാശാല അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രതിലോമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സർവകലാശാല അധികാരികളുടെ സമീപനങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിൽ അണിചേരാൻ AKPCTA ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ജൂൺ 21 ശനിയാഴ്ച സർവകലാശാലയ്ക്ക് മുന്നിൽ AKPCTA പ്രവർത്തക സമിതി അംഗങ്ങളും സെനറ്റ് മെമ്പർമാരും ഉപവാസ സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. സർക്കാർ സൈബർ പാർക്ക് നിർമ്മാണ സ്ഥലത്ത് അംഗീകൃത കയറ്റിറക്കു തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിർമ്മാണ സ്ഥലത്ത് തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. തൊഴിൽ നിഷേധ നിലപാടിനെതിരെ ശക്തമായ സമരം തുടരാനാണ് യൂണിയൻ തീരുമാനം. കഴിഞ്ഞ 6 മാസത്തിലധികമായി സൈബർ പാർക്കിലേക്ക് വരുന്ന നിർമ്മാണ സാമഗ്രികൾ ഈ ഏരിയയിലെ നിർമ്മാണ തൊഴിലാളികൾ തന്നെയാണ് ഇറക്കുന്നത്. ഇതിനിടയിലാണ് കമ്പനി അധികൃതരും തൊഴിലാളികളും തർക്കം ഉടലെടുത്തത്. ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ ഇടപെട്ട് ചർച്ച നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിച്ചില്ല. പ്രശ്നത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരായ ചെറിയാനും വർക്കി കൺസ്ട്രക്ഷൻ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സർക്കാർ സൈബർ പാർക്കിനായിട്ടും പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ സർക്കാരും ശ്രമിച്ചിട്ടില്ല. നിർമ്മാണത്തിനായി കൊണ്ടുവരുന്ന സാമഗ്രികൾ 3 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ളത് ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കാമെന്ന ചട്ടത്തിന്റെ മറവിൽ ഈ മേഖലയിലെ മുഴുവൻ തൊഴിലും തങ്ങൾക്ക് നിഷേധിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. നേരത്തെ ചെറിയ പീസുകളാക്കി കൊണ്ടുവന്നിരുന്ന സാമഗ്രികൾ വലിയ ബണ്ടുകളിലാക്കി 3 ടണ്ണിൽ കൂടുതലുണ്ടെന്ന് വരുത്തി തീർക്കുകയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. സൈബർ പാർക്ക് മേഖലയിലെ ചുമട് കയറ്റിറക്ക് ബന്ധമായ തൊഴിൽ ഇവിടെ പാസ്സുള്ള ലേബർ പാസ്സുള്ള തൊഴിലാളികൾ എടുക്കാൻ വേണ്ടി ഉത്തരവ് നടപ്പിലാക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ 114 തൊഴിലാളികൾ ലേബർ പാസ്സുള്ള തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾക്ക് പണി നൽകണം. സിമന്റ്, കമ്പി എന്നിവ അംഗീകൃത തൊഴിലാളികൾ തന്നെയാണ് ഇറക്കിയിരുന്നത്. എന്നാൽ ടൂൾസ്, ടൈൽസ് മുതലായവ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇറക്കുന്നത് തൊഴിലാളികൾ തടയുകയായിരുന്നു. CATU, INTUC, STU, BMS തുടങ്ങിയ യൂണിയനുകളിലെ തൊഴിലാളികളാണ് സമരത്തിലുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനി കുറഞ്ഞത് 1 വർഷമെങ്കിലും കാലതാമസം വരുന്ന പദ്ധതി പ്രദേശത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ CATU ജില്ലാ സെക്രട്ടറി P. കൃഷ്ണൻ പറഞ്ഞു. സൈബർ പാർക്കിനെ തൊഴിലാളികൾ എതിരല്ല, നിർമ്മാണം തടസ്സപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തൊഴിൽ നിഷേധ നിലപാടിനെതിരെ ശക്തമായി സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ ഉപയോഗിക്കാൻ സിം കാർഡുകൾ എടുത്തുകൊടുത്ത 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരി മാഹി സ്വദേശികളായ CPM പ്രവർത്തകരെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയവെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലയാളി സംഘത്തിന് ഫേസ്ബുക്കും സ്മാർട്ട് ഫോണും ഉപയോഗിക്കാൻ സിം കാർഡുകൾ എടുത്തു നൽകിയ 7 CPM അനുഭാവികളെ അറസ്റ്റ് ചെയ്തു. ന്യൂ മാഹി ഇരട്ടക്കൊലക്കേസിലെ പ്രതികളായ മാഹി ചമ്പ്ര സ്വദേശി പാറയുള്ള പറമ്പത്ത് PP രാഹുൽ പ്രഭാകരൻ, മാഹി പള്ളൂർ പടിഞ്ഞാറെ പാലോളത്ത് വീട്ടിൽ വിജിത് കുമാർ എന്നിവരെയും മാഹി ചമ്പ്ര പാറൽ കോളിയോട്ട് താഴത്തൊരു ദിയ ഹൌസിൽ രാഹുൽ സതീശൻ, കോടിയേരി പാറൽ ചാടയന്റെ വിട രമിത് രാജൻ, പാനൂർ ചമ്പാട്ട് താഴത്തിൽ താഴേക്കുനിയിൽ T. പ്രത്യൂഷ് ജയൻ, പാനൂർ കുന്നത്തുപറമ്പ് സ്വദേശി MC അജേഷ് കുമാർ, ചൊക്ലി വള്ളൂർ അമ്പലപ്പറമ്പത്ത് അക്ഷയ് വത്സലൻ എന്നിവരെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ പല വിധത്തിൽ നൽകിയ 7 സിം കാർഡുകൾ ഉപയോഗിച്ച് CPM നേതാക്കളെയടക്കം കൊടിസൂരിയും കൂട്ടരും അനേകം തവണ വിളിച്ചതായി കണ്ടെത്തി. മാഹി ഇരട്ടക്കൊലക്കേസിലെ മറ്റൊരു പ്രതി ഫൈസലടക്കം ഏതാനും പേർ ചേർന്ന് മൊത്തം 16 സിം കാർഡുകൾ കൊടിസുനിക്കും സംഘത്തിനും എത്തിച്ചതായും സ്ഥിരീകരിച്ചു. പിടിയിലായ പാനൂർ സ്വദേശി അജേഷ് കുമാർ TP കേസിൽ കൂറുമാറിയ സാക്ഷിയാണ്. TP കേസിലെ പ്രതി പാറാൾ ചാടേന്റെ ഇവിടെ രഞ്ജിത്തിന്റെ അനുജനാണ് രമിത്ത്. ജ്യേഷ്ഠൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പള്ളൂരിൽ നിന്ന് സ്വന്തം പേരിൽ സിം എടുത്ത് തലശ്ശേരി കോടതി പരിസരത്താണ് കൈമാറിയത്. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട അണ്ണൻ സജിത്തിന്റെ ഉറ്റ സുഹൃത്തായ T. പ്രത്യൂഷും സിം തലശ്ശേരി കോടതി പരിസരത്താണ് കൈമാറിയത്. TP കേസിലെ 1-ാം പ്രതി MC അനൂപിന്റെ അനുജനാണ് MC അജേഷ് കുമാർ. കൊടിസുനിയുടെ പിതൃസഹോദരി പുത്രനായ അക്ഷയ് വത്സലിനും സ്വന്തം പേരിൽ സിം എടുത്ത് കൈമാറി.
പ്രതികൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന വിവരം കഴിഞ്ഞ ഡിസംബറിലാണ് പുറത്തു വന്നത്. അറസ്റ്റിലായവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുകയാണെന്ന് അസംഘടിത മേഖലാ തൊഴിലാളി യൂണിയൻ. കോർപ്പറേഷനിലെ ഒട്ടനവധി പദ്ധതികളുടെ രൂപീകരണത്തിനും നടത്തിപ്പിനും നേതൃത്വം നൽകി തുച്ഛമായ 1500 രൂപയ്ക്കാണ് ഒരു അവധി ദിനം പോലുമില്ലാതെ കോർപ്പറേഷനിൽ ജോലി ചെയ്തു വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അർബൻ പോവർട്ടി അലിവിയേഷൻ പദ്ധതി പ്രകാരം നിയമിതരായ കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരെ കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അടിമപ്പണി ചെയ്യിക്കുകയാണ്. UPA പദ്ധതി നടപ്പിലായതിനു ശേഷം 1999-ലാണ് സിഇഒമാരെ കോർപ്പറേഷൻ നിയമിച്ചത്. 750 രൂപ പ്രതിമാസ ഓണറേറിയത്തിൽ ജോലി ചെയ്ത ഇവരുടെ വേതനം 2001-ൽ 1500 രൂപയെ വർദ്ധിപ്പിക്കുകയായിരുന്നു. ഈ വേതനമാണ് ഇപ്പോഴും തുടരുന്നത്. ഇനിയെങ്കിലും ഈ അനീതി അവസാനിപ്പിക്കണമെന്ന് AMTU കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇവർക്ക് 1500 രൂപയ്ക്ക് ഇവരിന്നും ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഈ ശമ്പളം കൂട്ടി തരുന്നതിന് വേണ്ടി പല തരത്തിലുള്ള ഇവരുടെ അധികാരികളെടുത്തും നിയമത്തിന്റെ കോടതിക്കകത്തൊക്കെ അവർ പോയതാണ്. കോടതിക്ക് ഇന്നും അധികാരികളെടുത്തൊക്കെ തന്നെ ഇവർക്ക് അനുകൂലമായുള്ള മറുപടിയാണ് കിട്ടുന്നത്. പക്ഷെ പ്രയോഗത്തിൽ ഇവർക്ക് ഇന്നും 1500 രൂപയാണ്. ഇവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക, ജീവനക്കാരെ അംഗീകരിക്കുക, ഇവരെ സ്ഥിരപ്പെടുത്തുക, ഒപ്പം തൊഴിലവകാശ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിഇഒമാർ സമരത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്തകളിൽ ഒരു ഇടവേള. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3202-ന്റെ പരിധിയിൽപ്പെട്ട മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ റവന്യൂ ജില്ലകളിലെ 250 സ്കൂളുകളിൽ പെൺകുട്ടികൾക്കായി ടോയ്ലറ്റുകൾ പണിതു നൽകുമെന്ന് നിയുക്ത റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീധരൻ നമ്പ്യാർ. നിയുക്ത ഗവർണറുടെ സ്ഥാനാരോഹണം 22-ന് ഞായറാഴ്ച കോഴിക്കോട് ടാഗോർ ഹാളിൽ നടക്കും. പദ്ധതിയുടെ ആദ്യഘട്ടമായി ജൂലൈ മാസത്തിൽ തന്നെ 100 ടോയ്ലറ്റുകളുടെ നിർമ്മാണം ആരംഭിക്കുന്നതും കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യം, പഠനോപകരണം എന്നിവ റോട്ടറി ക്ലബ്ബുകൾ വഴി നൽകും. അധ്യാപകർക്ക് പ്രത്യേക പരിശീലന ക്ലാസുകൾ നൽകുവാനും ഉദ്ദേശിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. ഈ ഗേൾസ് ടോയ്ലറ്റ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ തീം. അതോടുകൂടി തന്നെ അവിടെ ആ സ്കൂളുകളുടെ പരിസരത്തും സ്കൂളുകളിലും വേണ്ട എന്തെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ ഫണ്ടിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അടുത്ത വർഷത്തെ പ്രോജക്റ്റ് വരുന്നത്. ട്രാഫിക് ബോധവൽക്കരണം, ക്യാൻസർ കെയർ, അവയവദാന ബോധവൽക്കരണം തുടങ്ങിയ മേഖലകളിലും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ഇന്നർവീൽ, റോട്രാക്ട് എന്നീ സംഘടനയുടെ സഹകരണത്തോടെ ഗ്രാമീണ സേവന പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കും. റോട്ടറിയുടെ മറ്റൊരു പ്രധാന പദ്ധതി മിടുക്കരായ 50 വിദ്യാർത്ഥികൾക്ക് തമിഴ്നാട്ടിൽ തിരുപ്പൂരിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സൗജന്യ പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. 90% കൂടുതൽ മാർക്കോടെ +2 പാസ്സായവരെയാണ് ഇതിനായി പരിഗണിക്കുക. പഠനത്തിന് ഫീസ് നൽകേണ്ടതില്ല. ഈ വർഷം പ്രവേശനത്തിന് ജൂലൈ 5-നകം അപേക്ഷ നൽകണമെന്നും റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ നിയുക്ത റോട്ടറി ഗവർണർ കെ ശ്രീധരൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് കെ മോഹൻദാസ്, RP സാലി, ഡോക്ടർ AM ഷെരീഫ്, ജയന്ത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
സമൂഹത്തിൽ കഴിവുള്ള ആളുകളെ കണ്ടെത്താനും അവരുടെ അഭിരുചികൾ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിന് ഗുണകരമാക്കി മാറ്റാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് യുവജനക്ഷേമ ബോർഡ് വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദിശ 2014 വ്യക്തിത്വ വികസന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദിശ 2014 വ്യക്തിത്വ വികസന പരിശീലന ക്യാമ്പിന് തുടക്കമായി. വെള്ളിമാടുകുന്ന് PMOCയിൽ 3 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. സമൂഹത്തിൽ കഴിവുള്ള ആളുകളെ കണ്ടെത്താനും അവരുടെ അഭിരുചികൾ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിന് ഗുണകരമാക്കി മാറ്റാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് യുവജനക്ഷേമ ബോർഡ് വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് MP പറഞ്ഞു. യുവാക്കളുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം എങ്ങനെ പ്രയോജനപ്പെടുത്താത്ത സമൂഹത്തിൽ എന്നത് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപാട് സംഘടിപ്പിക്കുന്നു. തീർച്ചയായും ഈ ബോർഡ് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിമാനിക്കാൻ വഴിയുള്ള ഒരു ബോർഡായി പറയുന്നത്. യുവജനക്ഷേമ ബോർഡ് എക്സ്പെർട്ട് മെമ്പർ CK സുബേർ അധ്യക്ഷം വഹിച്ചു. ബോർഡ് മെമ്പർ A ഷിയാലി, ജില്ലാ യൂത്ത് കോർഡിനേറ്റർ K ഷിറിൻ ബാബു, യൂത്ത് വെൽഫെയർ ബോർഡ് അംഗം PP നൌഷീർ, അബ്ദുൽ സത്താർ, വിനോദ് പൃഥ്വിയിൽ, O ശരണ്യ, വരുൺ ഭാസ്കർ എന്നിവർ സംബന്ധിച്ചു. അരയടുത്തുപാലം അപ്രോച്ച് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയതോടെ നാട്ടുകാരുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പാണ് യാഥാർത്ഥ്യമാവുന്നത്. നിലച്ചുകിടന്ന റോഡിന്റെ പണി പുനരാരംഭിച്ചിട്ട് ആഴ്ചകളായി. അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാവുന്നതോടെ മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് പാളയത്തേക്കും ബൈപ്പാസിലേക്കും യാത്ര സുഗമമാകും. റോഡ് തുറക്കുന്നതോടെ അരയടുത്തുപാലം ജംഗ്ഷനിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്കും അപകടങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കാം. കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് പ്രവൃത്തി പൂർത്തീകരിച്ച് റോഡ് തുറക്കാനായിരുന്നു തീരുമാനം. എന്നാൽ നിർമ്മാണം ഇഴഞ്ഞു. ഇപ്പോൾ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. ജൂണിൽ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് അധികൃതർ അവകാശപ്പെട്ടിരുന്നു. കോൺക്രീറ്റ് ജോലികളെല്ലാം പൂർത്തീകരിച്ച് മണ്ണിടലും പൂർത്തിയായി. മുകളിൽ ക്വാറി വേസ്റ്റ് ഇടുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. മണ്ണിട്ട് റോഡിന്റെ ഉയരവും വീതിയും കൂട്ടിയതോടെ ഇതുവഴിയുള്ള KSEB ലൈൻ ഗതാഗതത്തിന് തടസ്സമാകുമെന്നതിനാൽ റോഡ് തുറക്കുന്നതിന് മുമ്പേ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റണം. ഇതിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയായിട്ടില്ല. അതുപോലെ ടാറിംഗ് മഴയ്ക്ക് ശേഷമേ നടക്കൂ. കുന്നമംഗലം, മുക്കം, താമരശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും മെഡിക്കൽ കോളേജ് വഴി പാളയത്തേക്ക് വരുന്ന ബസ്സുകൾ നിലവിൽ മേൽപ്പാലം കടന്ന് രാജാജി റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് കാരണം മാവൂർ റോഡ് ജംഗ്ഷനിലും ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും എപ്പോഴും ഗതാഗതക്കുരുക്കാണ്. പുതിയ റോഡ് വരുന്നതോടെ ഈ ബസ്സുകളെ മേൽപ്പാലത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ പുതിയ റോഡ് വഴി പാളയത്തേക്ക് കടത്തിവിടാം. മഴ തുടങ്ങിയാൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ടാറിംഗ് നീട്ടാൻ കാരണമെന്ന് അധികൃതർ പറഞ്ഞു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച റോഡിന്റെ പ്രവൃത്തി എങ്ങനെയെങ്കിലും പൂർത്തീകരിച്ചാൽ മതിയെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിദ്യാഭ്യാസ സ്ഥാപനമായ ബ്രെയിൻ നെറ്റിലെ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനം പോലീസ് ക്ലബ്ബിൽ ആരംഭിച്ചു. കുഞ്ഞുടുപ്പുകൾ, ഡിസൈനിംഗ് വസ്ത്രങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണം. മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തെ പഠനം, ഗ്രഹസ്ഥമാക്കിയ പാഠങ്ങൾ വിവിധ വർണ്ണരൂപത്തിൽ വിടർന്നപ്പോൾ ആ സന്തോഷത്തിൽ ഒരുപറ്റം വിദ്യാർത്ഥികളും അധ്യാപകരും. വിദ്യാഭ്യാസ സ്ഥാപനമായ ബ്രെയിൻ നെറ്റിലെ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥികൾ പോലീസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ഫാഷൻ വസ്തുക്കളുടെ പ്രദർശനത്തിലും വിൽപ്പനയിലുമാണ് കുഞ്ഞുടുപ്പുകൾ മുതൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ഡിസൈനർ വസ്ത്രങ്ങൾ വരെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഒരു വർഷത്തെ പഠനത്തിന്റെ ഭാഗമായി 300ഓളം വിദ്യാർത്ഥികൾ സ്വയം നിർമ്മിച്ച വസ്തുക്കളാണ് പ്രദർശനത്തിനായി ഒരുക്കിയത്. ലാച്ച, അനാർക്കലി, ചുരിദാർ മെറ്റീരിയലുകൾ, കുർത്ത, ഡിസൈനർ സാരികൾ, വർണ്ണ തൂവാലകൾ തുടങ്ങി ജ്വല്ലറി ഡിസൈനിംഗ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ടെറാക്കോട്ട ഗ്ലാസ് പെയിന്റിംഗ്, പേപ്പർ കമ്മലുകൾ, മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ഹാൻഡ് ബാഗുകൾ, മൊബൈൽ പൗച്ച് എന്നിവയും പ്രദർശനത്തെ വേറിട്ടതാക്കുന്നു. 1500 മുതൽ 3000 വരെയാണ് ഡിസൈനർ സാരികളുടെ വില. 150 രൂപ മുതൽ ആരംഭിക്കുന്നു കുഞ്ഞുടുപ്പുകളുടെ വില. കുർത്തകൾക്ക് 200 രൂപ മുതൽ 500 രൂപ വിലയാണ് വരുന്നത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള വേദിയും മറ്റു കുട്ടികൾക്ക് പ്രചോദനമാവുക എന്നതാണ് പ്രദർശനത്തിന്റെ ഉദ്ദേശമെന്ന് ബ്രെയിൻനെറ്റ് ഡയറക്ടർ തോമസ് മാത്യു പറഞ്ഞു. ബ്രെയിൻനെറ്റ് മാനേജർ മോഹൻകുമാർ, ഡിസൈനിംഗ് അധ്യാപകരായ രാധിക രഞ്ജിത്ത്, ദർശന, രഞ്ജന ദിലീപ് എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി. ജൂൺ 21-ന് പ്രദർശനം സമാപിക്കും. ആധുനിക കാലത്ത് വായന ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നും വായനയുടെ തലങ്ങൾ മാത്രമാണ് മാറിയിട്ടുള്ളതെന്നും ചലച്ചിത്ര ഗാനരചയിതാവ് രമേശ് കാവിൽ കൊയിലാണ്ടി ഉപജില്ലാതല വായന വാരാഘോഷം കാവുംവട്ടം UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കൊയിലാണ്ടി ഉപജില്ലാതല വായനാ വാരാഘോഷത്തിന് തുടക്കമായി. കാവംവട്ടം UP സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ രമേശ് കാവിൽ നിർവഹിച്ചു. ആധുനിക കാലത്ത് വായന ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നും വായനയുടെ തലങ്ങൾ മാത്രമാണ് മാറിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഗൗരവമേറിയ വായനയും സർഗാത്മകതയിലൂന്നിയ വായനയും ഇന്ന് കുറഞ്ഞു വരുന്നതായും കവി അഭിപ്രായപ്പെട്ടു. പുതിയ കാലത്ത് വായന കുറഞ്ഞുപോയി എന്ന് എല്ലാവരും അങ്ങനെ പരിതപിക്കാറുണ്ട്. പക്ഷേ വായന ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വായനയുടെ തല മാറിയിട്ടേ ഉള്ളൂ. പുസ്തകങ്ങൾ ലൈബ്രറിയിൽ പോയി എടുത്ത് വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇഷ്ടംപോലെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ തൊട്ട് വീട്ടിലുള്ള കമ്പ്യൂട്ടർ തൊട്ട് ഫ്ലക്സ് ബോർഡുകൾ വരെ ഇപ്പോൾ വായിക്കാനുണ്ട്. ഒരിടത്ത് നടന്നു പണ്ടെവിടെയെങ്കിലും എഴുതി വെച്ച ഒന്ന് കാണണമെങ്കിൽ ബസിന്റെ ബോർഡായിരുന്നു ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പോകുന്ന വഴിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നാട് നിറയെ ഫ്ലക്സ് ബോർഡുകളാണ്. അത് ആളുകൾ വായിച്ച് കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളാണ് നാട്ടിൽ മുഴുവനുള്ളത്. അത് ആളുകൾ വായിച്ച് കടന്നു പോകുന്നുണ്ട്. അതുപോലെ ഏത് ചുവരുകൾ നോക്കിയാലും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചൊരു കാലഘട്ടത്തിലാണ് ഞാൻ വായിക്കുന്നത്. പിന്നെ എന്ത് വായനയാണ് കുറഞ്ഞത്? ഗൗരവമായ വായന കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സർഗാത്മകതയുടെ തലത്തിലുള്ള വായനയും കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാം. ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ RK അനിൽകുമാർ അധ്യക്ഷം വഹിച്ചു. വിദ്യാലയത്തിനു കീഴിലുള്ള സഞ്ചരിക്കുന്ന ലൈബ്രറി അംഗങ്ങൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. AEO മനോഹർ ജവഹർ, M രവീന്ദ്രൻ മാസ്റ്റർ, അഭയദേശ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. സമൂഹത്തിൽ വായന കുറയുന്നു എന്ന പരാതികൾക്കിടയിലും വായന മരിച്ചിട്ടില്ലെന്ന കണ്ടെത്തലുമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് റിപ്പോർട്ട്. കുണ്ടുങ്ങൽ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് വായന മരിക്കുന്നുവോ എന്ന വിഷയത്തിൽ പ്രൊജക്ട് തയ്യാറാക്കിയത്. 500 വീടുകളിലാണ് കുട്ടികൾ സർവേ നടത്തിയത്. 23,494 ആളുകളിൽ 527 പേർക്ക് ലൈബ്രറി അംഗത്വമുണ്ട്. 1729 പേർ പത്രവായനക്കാരുമാണ്. കോർപ്പറേഷൻ പരിധിയിൽ 60 ഗ്രന്ഥശാലകളിൽ മെമ്പർമാരുണ്ട്. പുസ്തക വിതരണത്തിന്റെ അടിസ്ഥാനത്തിൽ ലൈബ്രറികളെ തരംതിരിച്ചാൽ ഒരു വർഷത്തിൽ 12,000-ലധികം പുസ്തക വിതരണം നടക്കുന്നവയ്ക്ക് A ഗ്രേഡും 8,000-ലധികം പുസ്തക വിതരണം നടക്കുന്നവയ്ക്ക് B ഗ്രേഡും നൽകാം. 6,000-ലധികം പുസ്തക വിതരണം നടക്കുന്നവയ്ക്ക് C ഗ്രേഡും 5,000-ലധികം പുസ്തക വിതരണം ചെയ്യുന്നവ D ഗ്രേഡിലും 4,000-ലധികം വിതരണം ചെയ്യുന്നവ E ഗ്രേഡിലും 2,000-ലധികം പുസ്തക വിതരണം നടത്തുന്നവ F ഗ്രേഡിലും ഉൾപ്പെടും. കോർപ്പറേഷൻ പരിധിയിലെ 28 A ഗ്രേഡ് ലൈബ്രറികളിലായി ഒരു വർഷം 3,36,000 പുസ്തകങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നു എന്നാണ് കുട്ടികളുടെ കണ്ടെത്തൽ. 14 B ഗ്രേഡ് ലൈബ്രറികളിൽ 10,000 പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. 6 E ഗ്രേഡ് ലൈബ്രറികളിൽ 24,000 പുസ്തകങ്ങളും 2 F ഗ്രേഡ് ലൈബ്രറികളിൽ 4,000 പുസ്തകങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട്. അധ്യാപകരുടെ നേതൃത്വത്തിൽ 12 വിദ്യാർത്ഥികൾ ചേർന്നാണ് പ്രൊജക്ട് തയ്യാറാക്കിയത്. പ്രദേശത്തെ മന്ദരോഗത്തെക്കുറിച്ചും ലഹരിവിരുദ്ധ ഗ്രാമത്തെക്കുറിച്ചും പ്രൊജക്ട് തയ്യാറാക്കി വിദ്യാർത്ഥികൾ ഇതിനു മുൻപ് ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. സ്കൂളിലെ വായനാ വാരാഘോഷം ഉദ്ഘാടനവും പ്രൊജക്ട് റിപ്പോർട്ട് പ്രകാശനവും കൌൺസിലർ MT പത്മ നിർവഹിച്ചു. ഇൻസ്പയർ അവാർഡ് നേടിയ K ആയിഷ അഷ്റഫയെ ആദരിച്ചു. BPO K ശിവരാജൻ, ഹെഡ്മാസ്റ്റർ PK സതീഷ്, MP കോയട്ടി, CP ഹസൻ കോയ, ജോസ്മേരി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. വാർത്തകൾ തുടരുന്നു. സംഗീതജ്ഞനായിരുന്ന പൂതേരി രഘുകുമാറിന്റെ സ്മരണ നിറഞ്ഞ വേദിയിൽ കോഴിക്കോടിന്റെ ഗായകരായ സിബല്ല സദാനന്ദനെയും സതീഷ് ബാബുവിനെയും ആദരിച്ചു. ഫൗണ്ടേഷൻ ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ എഡ്യൂക്കേഷൻ, മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ഫെയ്സ്, മാ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഓർമ്മയിൽ പൂതേരി രഘുകുമാർ എന്ന സംഗീത നിശ സംഘടിപ്പിച്ചത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന സംഗീത നിശ മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. N സുഭാഷ് ബാബു അധ്യക്ഷം വഹിച്ചു. P വേണുഗോപാൽ രഘുകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സിബില്ല സദാനന്ദൻ, സതീഷ് ബാബു എന്നിവരെ തോട്ടത്തിൽ രവീന്ദ്രൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. CDA ചെയർമാൻ NC അബൂബക്കർ, N സുഭാഷ് ബാബു എന്നിവർ ഉപഹാരം നൽകി. K സുബൈർ, മണികണ്ഠൻ തറാൽ, K സലാം, KK ചന്ദ്രഹാസൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഫൗണ്ടേഷൻ ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ, മ്യൂസീഷ്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓർമ്മയിൽ പൂതേരി രഘുകുമാർ സംഗീത നിശ അവതരിപ്പിച്ചത്. കണ്ണ ഗുരുവായൂരപ്പ എന്ന ഗാനവുമായി ലീന പപ്പൻ സംഗീത നിശയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് സതീഷ് ബാബു, സിബല്ല സദാനന്ദൻ, സുനിൽ കുമാർ, ഗോപിക മേനോൻ, എൽ രഘു, നയൻജെ ഷാ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. പപ്പൻ കോഴിക്കോട്, എം ഹരിദാസ് എന്നിവർ കീബോർഡിലും, ജോയ് വിൻസെന്റ്, ശ്രീകാന്ത്, ഹബീബ് എന്നിവർ ഗിറ്റാറിലും, PF രാജു സാക്സോഫോണിലും, മണികണ്ഠൻ തറാൽ വയലിലും, ഗണേഷ് ബാബു കുണ്ടോട്ടി എന്നിവർ നൃത്തത്തിലും, രാജൻ ഡിക്കി തരംഗിലും, ജോയ് തുമ്പയിലും, ഫിറോസ് നിസാർ എന്നിവർ തബലയിലും പശ്ചാത്തല സംഗീതമൊരുക്കി. ജൂലൈ 1-2 തീയതികളിൽ നടക്കുന്ന ചക്രസ്തംഭന സമരത്തിന്റെ ഭാഗമായുള്ള പ്രചരണ വാഹന ജാഥ സമാപിച്ചു. മുഫ്സിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന യോഗം AUTC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. 24-ന് RT ഓഫീസ് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. മോട്ടോർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 1-2 തീയതികളിൽ നടക്കുന്ന ചക്രസ്തംഭന സമരത്തിന്റെയും 24-ന്റെ RT ഓഫീസ് മാർച്ചിന്റെയും പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ജില്ലാ വാഹന ജാഥ സമാപിച്ചു. വാഹന നികുതി കൊള്ളയ്ക്കെതിരായ ചക്രസ്തംഭന സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു 3 ദിവസത്തെ ജാഥ. കോഴിക്കോട് മുഫ്സിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന സമ്മേളനം AITC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. A മുഹമ്മദ് കോയ സ്വാഗതം പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ കക്കോടിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച ജാഥ നരിക്കുനി, കൊടുവള്ളി, തിരുവമ്പാടി, കൂടരഞ്ഞി, മുക്കം, പൂവാട്ടുപറമ്പ്, കുന്നമംഗലം മെഡിക്കൽ കോളേജ്, പന്തിരങ്കാവ്, രാമനാട്ടുകര, ഫറോക്ക് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ, മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ ജനറൽ സെക്രട്ടറി T ബാലൻ നായർ, P പരമേശ്വരൻ, PK നാസർ, ബിജു ആന്റണി, മീനത്ത് മൊയ്തു, PTC ഗഫൂർ, K സുകുമാരൻ, KC രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പട്ടികജാതി പട്ടികവർഗ കടാശ്വാസ കമ്മീഷനെ നിയമിക്കുക, പട്ടികജാതി വർഗ ജനതയുടെ വായ്പകൾ ഉപാധികൾ കൂടാതെ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജൂൺ 25 ബുധനാഴ്ച നിയമസഭാ മാർച്ചും ധർണയും നടത്തുന്നു. ജൂലൈ 3, 4, 5 തീയതികളിൽ കോഴിക്കോട് ജില്ലാതല വാഹന ജാഥ വടകര അഴിയൂരിൽ നിന്നും ആരംഭിച്ച് 5-ന് വൈകുന്നേരം മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ സമാപിക്കും. ഓഗസ്റ്റ് 1 മുതൽ സംസ്ഥാന വാഹന ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ച് 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിവിൽ മർച്ചന്റ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്വർണ്ണ വ്യാപാരികളുടെ കൺവെൻഷൻ ജൂൺ 22-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ നടക്കും. കൺവെൻഷൻ ഉദ്ഘാടനം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കും. ഭീമ ഭട്ടരുടെ സ്മരണാർത്ഥം ഇറക്കുന്ന തപാൽ സ്റ്റാമ്പിന്റെ പ്രകാശന കർമ്മം ചടങ്ങിൽ വെച്ച് കോഴിക്കോട് MP MK രാഘവൻ നിർവഹിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൂഹ നന്മയെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിരമിച്ച അധ്യാപകർ നേതൃത്വം നൽകണമെന്ന് MK രാഘവൻ MP. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ നടപടികൾ സർവകലാശാലയ്ക്ക് തീരാക്കളങ്കമെന്ന് പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. സിൻഡിക്കേറ്റ് യോഗ ദിവസം സർവകലാശാലയിൽ AKPCTA ഉപവാസ സമരം. സർക്കാർ സൈബർ പാർക്ക് തൊഴിൽ നിഷേധത്തിനെതിരെ കയറ്റിറക്ക് തൊഴിലാളികളുടെ കുത്തിയിരിപ്പ് സമരം. സമരം ഇനിയും ശക്തമാക്കുമെന്ന് സൂചനകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283.